പറഞ്ഞല്ലോ. താങ്കൾ ഇങ്ങനെ ചാർട്ട് ചെയ്തിട്ടാണ് മുസ്ലിം സമുദായം കേരളത്തിൽ എന്തൊക്കെയോ വലിയ കുഴപ്പക്കാരായിട്ട് മാറുന്നു. താങ്കൾക്കറിയുമോ, സുകുമാരൻ എന്ന് പറയുന്ന ഒരു പ്രവാസി 80 ലക്ഷം രൂപയ്ക്ക് ഫൈൻ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ സൗദിയിൽ കിടന്ന ആളാണ്. അത് 10 ലക്ഷമായി കുറച്ച് ഇന്നലെ അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുന്നത് VHP അല്ല, അത് പാണക്കാട് ഞാൻ എതിർക്കുന്ന ആളാ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്റെ തൊട്ടടുത്തുണ്ട്. താങ്കൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ നന്മയുടെ കാര്യങ്ങളിൽ ഞാൻ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ടാണ്. ഞങ്ങൾ തീവ്രവാദം പൈസ ഇല്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം സാർ, സഹായിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ പണത്തിൽ. എന്നെ അനുവദിക്കൂ. ഈ അസഹിഷ്ണുതയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് അനിൽ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായം ധനാട്യന്മാരാകുന്നു. ശരിയാണ്. ആട്ടോറിക്ഷയും പെട്ടി ആട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്ന മമ്മദും വിദ്യാഭ്യാസം ഇല്ലാതെ ചായക്കടയിൽ ഗ്ലാസ് കഴുകിക്കൊണ്ടിരുന്ന അഹമ്മദും ഒക്കെ ഗൾഫിൽ പോയി നന്നായിട്ട് പകലന്തിയോളം അധ്വാനിച്ച് അവര് കുറച്ച് പണം കൊണ്ടുവന്ന്. അനിൽ സാറേ, അത് മുഹമ്മദും അഹമ്മദും നേടിയതിനേക്കാൾ 10 ഇരട്ടി കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായം നേടിയിട്ട് അവർക്കതിൽ നന്ദിയുണ്ട്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുസ്ലിം സമുദായം പണം നേടി. ഞാൻ പറഞ്ഞു തരാം. ഗാന്ധി ഭവൻ 1400 അന്തേവാസികളുണ്ട്. നിങ്ങൾ അടക്കം പറയുന്ന പലരുടെയും മാതാപിതാക്കൾ, താങ്കളുടെ അല്ല, ഇന്ന് നാളെ അങ്ങനെ വക്രീകരിക്കുന്നത്. എം യൂസുഫ് അലി മദ്രസയിൽ പഠിച്ച് മദ്രസയിലൂടെ വളർന്നു വന്ന് ഇസ്ലാമിക വീക്ഷണത്തിലൂടെ വന്ന് മഹാമനുഷ്യനായി എല്ലാ വിശ്വാസങ്ങളെയും ഹൃദയം കൊണ്ട് ചേർത്ത ഒരു വലിയ മനുഷ്യൻ ഗൾഫിൽ പോയി പണം ഉണ്ടായതുകൊണ്ടാണ്. ഇന്നലെ സ്ഫോടനമുണ്ടായി തൃശൂർ പൂരം. മരിച്ചത് മുഴുവനും ഹിന്ദുക്കളാ. താങ്കളോട് ഞാൻ ചോദിക്കുന്നു, VHP ആണ്, 80 രാജ്യങ്ങളിലുള്ളതാണ്, മഹാപ്രസ്ഥാനമാണ്. കാലി ചായയുടെ സഹായം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? ആദ്യം ഓടിയെത്തിയത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഗൾഫിൽ പോയി പണം കൊണ്ടുവന്ന MA യൂസുഫ് അലിയ. നിങ്ങൾക്ക് ഇങ്ങനെ വക്രീകരിക്കാൻ സാധിക്കും? നിങ്ങൾക്കറിയുമോ മുസ്ലിം? ഇനി ഒന്ന് പറഞ്ഞുതരാം. ഞാനൊന്ന് പറയട്ടെ സാറേ, എന്റെ അവസരമില്ലയോ? താങ്കൾ ക്ഷമയോടെ കേൾക്കൂ, ഞാൻ പറഞ്ഞുതരാം. ക്ഷമയോടെ കേൾക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്കറിയുമോ, നമ്മുടെ നാട്ടിൽ ജനങ്ങൾ മാറാ രോഗത്തിന് അടിമപ്പെടുകയാണ്. കിഡ്നി മാറ്റിവെക്കേണ്ടവർ, ഹൃദയം മാറ്റിവെക്കേണ്ടവർ, മജ്ജ മാറ്റിവെക്കേണ്ടവർ, 100 കണക്കിന് കേസ് വരുന്നു. അതിന്റെ പ്രചാരകരാരാ? അതിന്റെ ഫണ്ട് കളക്ഷൻ ആരാ ചെയ്യുന്നത്? അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ആരാ? VHP നാളിതുവരെ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരത്ത് RCC, ശ്രീചിത്ര മെഡിക്കൽ കോളേജ് സമാനമായ ഒരു വലിയ മെഡിക്കൽ ഹബ്ബാണ് അവിടെ. ഏറ്റവും കൂടുതൽ ആ ചികിത്സകർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും അഭയം നൽകുന്നത് മുസ്ലിം സംഘടനകളാണ്. സമസ്തയുണ്ട്, ദക്ഷിണയുണ്ട്, MSS ഉണ്ട്, MES ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. നിങ്ങൾ VHPയുടെ എത്ര ഉണ്ട്? എല്ലാ ദിവസവും വന്നിങ്ങനെ വർഗീയ വിഷം ചുരത്താതെ മനുഷ്യന്, ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾ, മനുഷ്യന് ഹിതകരമാകുന്ന, അവർക്ക് സുഖകരമാകുന്ന, ആശ്വാസമേകുന്ന എന്തെങ്കിലും സൽപ്രവൃത്തികളുമായിട്ട് പോകൂ VHP അടക്കമുള്ളവർ. അല്ല, അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് പിന്നെ അപരമത വിദ്വേഷത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ കൊണ്ടിരുത്തും, VHP അടക്കമുള്ളവർ കൊണ്ടിരുത്തും ഒരു ആരിഫ് ഹുസൈൻ. ഞാൻ പങ്കെടുത്ത ഏതെങ്കിലും, അത് തിരക്കഥാകൃത്ത് പേര് ഷിബു സാറ് മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ, ബിനു സാറെ ഞാൻ താങ്കളെ ആദരിക്കുന്നു, ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ പ്രവാചകനെയോ പ്രവാചകരുടെ പത്നിമാരെയോ മുസ്ലിം സമുദായത്തെയോ ഇത്രയും നിന്ദിക്കാതെ അദ്ദേഹം പോയിട്ടുണ്ടോ? ഞാൻ പങ്കെടുത്ത ഈ കഴിഞ്ഞ ഡിബേറ്റിൽ പോലും അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചത് പ്രവാചകൻ എത്ര തന്തയുണ്ടെന്ന്. ഈ ഇരിക്കുന്ന VHPയുടെ പ്രതിനിധി പറഞ്ഞില്ല ഇത് തെറ്റാണെന്ന്. അതേസമയം ശ്രീകൃഷ്ണനെതിരായിട്ട് ആരിഫ് ഹുസൈൻ പറഞ്ഞാൽ എന്റെ കൺമുമ്പിൽ ഇരുന്നാൽ അവന്റെ ചെകിടി ഞാൻ അടിച്ചു പൊട്ടിക്കും. അതാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ള തത്വശാസ്ത്രം എന്ന് പറയുന്നത്. ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതല്ല. എന്തിന് ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകാരെ കൊണ്ടുവരുന്നു? പിന്നെ അതിനു മുമ്പൊരു ചർച്ചയിൽ പങ്കെടുത്തോണ്ട് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചതാ ഇസ്ലാം മതം എന്ന് പറയുന്നത് പേപ്പട്ടി മതമാണെന്ന്. അനിൽ നമ്പ്യാർജി അതിനോട് യോജിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. അതേസമയം VHP ആരും പറയണ്ടേ അപരമത വിദ്വേഷമാണിത്. ലോകത്തുള്ള ഒരു വലിയ സമൂഹമാണ്. പ്രവാചകർ 10,400 കൊല്ലം മുമ്പോട്ട് ജീവിച്ച് മരിച്ചുപോയാണ്. അന്നത്തെ സാമൂഹിക ക്രമത്തിൽ അദ്ദേഹം വിവാഹം കഴിച്ചു, ഒരുപാട് വിവാഹം കഴിച്ചു. ശ്രീകൃഷ്ണൻ എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ജീവിച്ചാണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ജീവിത സാഹചര്യങ്ങൾ ഇന്നെടുത്തിട്ട് ഞാൻ വിമർശിച്ചാൽ എന്നെ പോലെ അധമൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവൂ? അപ്പം മുസ്ലിങ്ങൾ മാത്രമല്ല ഈ വിഷയത്തിൽ തിരുത്തേണ്ടത്, ഏറ്റവും കൂടുതൽ തിരുത്തേണ്ടത് ഹിന്ദുക്കളാണെന്ന് ഞാൻ പറയത്തില്ല. മഹാഭൂരിപക്ഷം ഹിന്ദു സഹോദരങ്ങളും എല്ലാ വിശ്വാസങ്ങളെയും ഹൃദയം കൊണ്ട് ചേർത്തവരാണ്. പക്ഷെ രാഷ്ട്രീയമായ സങ്കുചിത താല്പര്യത്തിന്റെ പേരിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം ചില സംഘടനകൾ കേരളത്തിൽ ഈ നിലയിൽ ഹൃദയങ്ങളെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം നിങ്ങൾ ഉപേക്ഷിക്കണം.
ഹൈന്ദവതയുടെ വിശാലത നിങ്ങൾ